ഒരു ഫെൻസിങ്ങോ ഒരു സ്ട്രീറ്റ് ലൈറ്റോ ഒന്നുമില്ല. അവിടെ ഭയാനകമായ ഒരു ഏരിയയാണ്. ഇവിടെ പ്രളയം നടന്ന ഏരിയയാണ്. അവിടെ ഈ റോഡായാലും നാട് ജനങ്ങളെ പുല്ല് വിലയായിട്ടാണ് കണക്കാട്ടില്. ആ ഭാഗത്തേക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇതിന്റെ തെളിവാണ് ഇന്ന് ഇവിടെ സംഭവിച്ചുള്ളത്. 1-2 കൊലപാതകമല്ല, 10-18 കൊലപാതകം നടന്നിട്ടുള്ളത്. ഈ ആനനെ കൊല്ലാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം മനസ്സിലാക്കാനുള്ളത്. ആനനെ പിടിച്ചാൽ പോരാ, ആ ആനനെ കൊന്നേ പറ്റുള്ളൂ. ആ ആനനെ കൊന്നെന്നുള്ള തെളിവ് ഈ ജനങ്ങളെ അറിയിക്കണം. അല്ലാത്ത പക്ഷം ഈ സമരം ഞങ്ങൾ ഇന്ന് വിട്ട് ഒഴിവാവൂല. ആ വീട്ടിലത്തെ സാഹചര്യം, ഇയാൾ ഒരു കിഡ്നി പേഷ്യന്റ് ആണ്. ഇയാള് ഇതിനിടയ്ക്ക് ആകെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ഈ സ്ത്രീ ജോലി ചെയ്തിട്ട് വേണം, ഈ ഹോട്ടലിലെ ഇച്ചിൽ പാത്രം കഴുകി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതിരാവിലെ ഡെയിലി പോകുന്ന ഒരു സ്ത്രീയാണ്. അതിന് ഒരു പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ജനങ്ങൾ ഞങ്ങൾ ഇതിന് ഒരു തീരുമാനമാകാതെ മാറില്ല എന്നുള്ള പറയാനുള്ളത്. അടിയന്തരമായി ഈ ആനനെ ഞങ്ങളെ മുന്നിൽ വെച്ച് കൊന്ന് കാണിച്ചു തരണം എന്നുള്ള തീരുമാനം. എന്തായാലും അത്തരത്തിൽ തന്നെയാണ് നാട്ടുകാരുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വേണം. കേവലം നഷ്ടപരിഹാരം കൊടുത്ത് ഒതുക്കുന്നതിലപ്പുറത്തേക്ക് ഇതിനൊരു പരിഹാരം തന്നെയാണ് വേണ്ടത്. അതും ആ ഒരു പരിഹാരം അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉറപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകാതെ ഈ സമരത്തിൽ നിന്ന് ആനയെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ നാട്ടുകാർ. ആ ആന 10-16 പേരെ ഇതിനു മുമ്പും കൊന്ന ആനയാണെന്ന് പറയുന്നു. അപ്പോൾ അത് സംബന്ധിച്ചൊരു വ്യക്തതയും വിശദീകരണവും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം ആന തന്നെ മുമ്പും അവിടെ പല ആളുകളെ ആക്രമിച്ചു കൊന്ന ആന തന്നെയാണോ ഇന്നും ജെസ്സിക്കെതിരെയും ആക്രമണം നടത്തിയത്? അത് സംബന്ധിച്ച് വനംവകുപ്പ് എന്തെങ്കിലും സ്ഥിരീകരണം നൽകുന്നുണ്ടോ? സൈഫു, അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഈ പറഞ്ഞ പോലെ നേരത്തെ ഈ ഒരു ഭാഗത്ത് തന്നെ കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടക്ക് നിരവധിയായിട്ടുള്ള ജീവനുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു. പക്ഷേ മറ്റ് നടപടികളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. പക്ഷേ വീണ്ടും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നു. ഇതൊരു തുടർക്കഥയായി ഓരോ മാസങ്ങളോ വർഷങ്ങൾക്കുള്ളിൽ ഇത് തുടർക്കഥയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ വയനാട് മേപ്പാടി ഭാഗത്ത് ഉണ്ടാകുന്നത്. മേപ്പാടി അട്ടമല ഭാഗത്തും ഇതിനു മുമ്പ് 1 വർഷം മുമ്പ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. മേപ്പാടിയിലെ എരുമക്കൊല്ലി ഭാഗത്ത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ജനകീയ പ്രതിഷേധമാണല്ലേ അവിടെ നടക്കുന്നത്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആഭിമുഖ്യത്തിലല്ല, ഒരു പ്രദേശവാസികൾ ഇറങ്ങി റോഡ് തടയാണല്ലേ? തീർച്ചയായും സൈഫ്, പ്രദേശവാസികൾ തന്നെ റോഡിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഏറെ വൈകാരികമായിക്കൊണ്ട് ഈ വിഷയത്തിലൊക്കെ തന്നെ പ്രതികരിക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആൾക്കാണ് ഇന്ന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകുന്ന ആളുകളാണ്. അപ്പോൾ ആ ജോലിക്ക് പോകുന്നതിനിടയിലാണ്, സമയം രാവിലെ 6:30 അപ്പോൾ ജോലിക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. മേപ്പാടി സംബന്ധിച്ചിടത്തോളം തോട്ടമേഖലയാണ്, മറ്റ് ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ സ്വസ്ഥമായി ജോലിക്ക് പോകാൻ പോലും പകൽ സമയത്ത് പോലും ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ഇന്ന് ഒരാൾ അല്ലെങ്കിൽ നാളെ മറ്റൊരാൾ എന്നുള്ള തരത്തിലേക്ക് ഓരോ ദിവസവും ഇത് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പോൾ ആളുകൾക്ക് സ്വസ്ഥമായി പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല എന്നതടക്കമുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ചേച്ചി, ഇപ്പോൾ ആന വീണ്ടും ഒരു ജീവൻ എടുത്തിരിക്കുകയാണ്.